ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ സവാള നന്നായി വാട്ടിയെടുക്കണം. അപ്പൊ നേരിയതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിക്കോളും. അപ്പൊ സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സവാള വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 20 ചെറിയ ഉള്ളി, അതുപോലെ 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്. അപ്പൊ ഇതും തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, പൊടിച്ചെടുക്കേണ്ട കേട്ടോ. ചതച്ചെടുത്താൽ മാത്രം മതി, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. സവാളയൊക്കെ ഇപ്പൊ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഒക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. പേസ്റ്റ് ആക്കി എടുക്കുന്നതിനേക്കാളും പെപ്പർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകും വലിയ ജീരകവും ചതച്ചതാണ്. അപ്പൊ ഇതും തന്നെ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പൊ ഇതിൽ നിന്നും പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി പകുതി നമ്മൾ ചിക്കനൊക്കെ കുക്കായതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിന്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കണം. പെപ്പർ ചിക്കനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കറിവേപ്പില ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പൊ ഇതൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ പെപ്പർ ചിക്കനിൽ മെയിൻ ആയിട്ട് വേണ്ടത് പെപ്പർ തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയും പച്ചമുളകുമാണ്. അപ്പൊ ഞാനൊരു പച്ചമുളക് നെടുകെ കീറിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ തക്കാളി നന്നായി വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ തക്കാളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ തക്കാളിയൊക്കെ ഇപ്പൊ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിപ്പോ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പൊ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ് നല്ലത്. ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ കുക്കാവാനുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പൊ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ അണ്ടിപ്പരിപ്പ് കുതിർന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കിത് കുതിർത്തിട്ട് അരച്ചെടുക്കാം. അപ്പൊ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കനിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് നല്ല ഗ്രേവി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റും കൂടിയൊക്കെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒക്കെ ചേർത്താൽ മതി. പക്ഷെ ഇത് കുറച്ച് തിക്ക് ഗ്രേവിയിലാണെങ്കിലാണ് പെപ്പർ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും ഉണ്ടല്ലോ, അതിന്റെ ബാക്കി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. ഇനി കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പൊ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പൊക്കെ ചേർക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ അണ്ടിപ്പരിപ്പ് പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോ ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്